അതുപോലെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പാലക്കാട് ജില്ലയിലെ ചിറ്റൂർ മണ്ഡലം പതിറ്റാണ്ടുകളായി LDF കൈയടക്കി വെച്ചിരിക്കുകയാണ്. ആ മണ്ഡലത്തിൽ ചിറ്റൂരിൽ 724 വോട്ടിന്റെ UDF ലീഡാണ് ഇപ്പോൾ കാണുന്നത്. റോഷി അഗസ്റ്റിനും ജോസ് കെ മാണിയും തോറ്റുപോയാൽ പിന്നെ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് എന്ന പ്രതിഭാസം ഇല്ലാതാവുകയാണ്. ആ പ്രതിഭാസം ഇനി എന്താവും, അതിന്റെ ട്രാജക്ടറി എന്താവും എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. അത് അങ്ങനെ തോറ്റുപോകാതിരിക്കട്ടെ, ആ പാർട്ടി എന്ന് വേണമെങ്കിൽ അതിന്റെ കൂടെ നിൽക്കുന്നവർക്ക് ആശിക്കാം. പക്ഷേ അതിന് അങ്ങേയറ്റം നിർഭാഗ്യകരമായ ഒരു തുടക്കമാണ് കേരള കോൺഗ്രസ്. കോഴിക്കോട്ട് ഒരു ക്ലൈമാക്സ് വരുന്നു. നാദാപുരത്ത് UDFന്റെ ലീഡ് മാറ്റിക്കൊണ്ട് ഇപ്പൊ LDFന്റെ ലീഡാണ് തുടരുന്നത്. 1393 വോട്ടിന്റെ ലീഡ് നാദാപുരത്ത്. നോർത്തിൽ LDF ലീഡ് 813 വോട്ടിന്റേത്. വടകര, ബാലുശ്ശേരി എന്നിവയുടെ കണക്ക് അറിയാനുണ്ട്. വടകരയിൽ 2249 വോട്ടിന്റെ ലീഡ് KK രമ നേടിയിരിക്കുന്നു. 2249 വോട്ടിന്റെ ലീഡ്. ആലപ്പുഴയിലേക്ക് പോയാൽ ആലപ്പുഴയിൽ കോട്ടയത്തും ആലപ്പുഴയും നോക്കേണ്ടതുണ്ട്. കോട്ടയം മണ്ഡലത്തിൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ UDF സ്ഥാനാർത്ഥി 2538 വോട്ടിന്റെ ലീഡ്. അമ്പലപ്പുഴയിൽ UDF സ്ഥാനാർത്ഥി G സുധാകരൻ 1204 വോട്ടിന്റെ ലീഡ്. പുതുപ്പള്ളിയിൽ ചാണ്ടി ഉമ്മൻ UDF 4200 വോട്ടിന്റെ ലീഡ്. കായംകുളത്ത് M ലിജു 498 വോട്ടിന്റെ ലീഡ് നേടിയിരിക്കുന്നു. ആലപ്പുഴയിലും കോട്ടയത്തും ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് നടക്കുന്നത്. പക്ഷേ ടാലിയിലേക്ക് നോക്കുക, ടാലിയിൽ വലിയ ഗ്യാപ്പ് ദൃശ്യമായിക്കൊണ്ടിരിക്കുന്നു. 84 വോട്ടിന്റെ മേധാവിത്വം UDFന് 53 സീറ്റിലേക്ക് ചുരുങ്ങിയിരിക്കുന്നു ലീഡ് നില. LDFന്റേത് NDA 3 എന്ന അക്കത്തിൽ. ആലപ്പുഴയിലെ സ്ഥിതി പറയൂ. ആലപ്പുഴയിൽ ഒരു പ്രവർത്തനാത്മകമായ അട്ടിമറിയുന്ന രീതിയിലേക്ക് തന്നെ മുന്നോട്ട് പോവുകയാണ്. കാരണം LDFന്റെ കയ്യിലുള്ള പഞ്ചായത്തിൽ ഉൾപ്പെടെ ഇപ്പോൾ UDF ലീഡ് ചെയ്യുന്ന കാഴ്ച. അമ്പലപ്പുഴയിൽ ഉൾപ്പെടെയുള്ള കാര്യം, കുട്ടനാട് ഉൾപ്പെടെ, അതായത് കായംകുളമാണ് ഏറ്റവും പ്രധാനപ്പെട്ട എന്ന് പറയുന്നത്. കായംകുളത്ത് പത്തിയൂർ പഞ്ചായത്ത് LDF ഭരിക്കുന്ന പഞ്ചായത്താണ്. അവിടെയാണ് ഇപ്പോൾ M ലിജു ലീഡ് ചെയ്തിരിക്കുന്നത്. ഒന്നാം റൗണ്ട് വോട്ടെണ്ണി കഴിയുമ്പോഴത്തേക്ക് 498 വോട്ടിനെ M ലിജു ലീഡ് ചെയ്യുകയാണ്. മാത്രമല്ല അമ്പലപ്പുഴയിലും ഉൾപ്പെടെ അമ്പലപ്പുഴയിൽ മാറി മറിയുകയാണ്. ഇപ്പോൾ 1204 വോട്ടിന് G സുധാകരനാണ് ലീഡ് ചെയ്യുന്നത്. 1200 വോട്ടിന് അമ്പലപ്പുഴയിൽ G സുധാകരൻ ലീഡ് ചെയ്യുന്നു. ഒപ്പം കായംകുളത്ത് UDF സ്ഥാനാർത്ഥി ലീഡ് ചെയ്യുന്നു. തമിഴ്നാട്ടിൽ തമിഴക വെട്രി കഴകം 42 സീറ്റിൽ ലീഡ് ചെയ്യുന്നു. ആദ്യത്തെ മത്സരത്തിൽ 42 സീറ്റിൽ ലീഡ് ചെയ്യുന്ന തമിഴക വെട്രി കഴകം വൻപൻ മുന്നേറ്റം എന്ന് പറയാൻ കഴിയുന്ന കാര്യമാണ്. പക്ഷെ DMK അതിനേക്കാൾ വലിയ തോതിൽ മുന്നിലാണ്. വിജയ് പെരുമ്പതൂരിൽ മുന്നിലാണ് എന്ന് നമുക്ക് കാണാം. UDF ഇപ്പോൾ 85 സീറ്റിൽ ലീഡ് ചെയ്യുന്നു. അപ്പോൾ എക്സിറ്റ് പോൾ ഫലങ്ങൾ എന്ന് പറയുന്ന സംഗതികളുടെ ഏതാണ്ട് പണിപാളിയ മട്ടാണ് നമ്മൾ ഇപ്പോൾ നോക്കുമ്പോൾ. 44 സീറ്റ് അധികമായി പിടിച്ച് ലീഡ് മുന്നേറിയിരിക്കുകയാണ് UDF. 44 സീറ്റ്, 48 സീറ്റാണ് LDFന് കുറഞ്ഞിട്ടുള്ളത് കഴിഞ്ഞ തവണത്തേക്കാൾ.